പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൂരുരുട്ടാതി, പൂർവഭദ്രപട വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങളെക്കുറിച്ചും പ്രധാന പൊരുത്തങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. പൂരുരുട്ടാതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ 25 സ്വരചിഹ്നം ആമത്തേതാണ്. ഇതിന്റെ ആദ്യ മുക്കാൽ ഭാഗം 1, 2, 3 പാദങ്ങൾ കുംഭം രാശിയിലും അവസാന പാദം 4-ാം പാദം മീനം രാശിയിലുമാണ് ഉൾപ്പെടുന്നത്. നക്ഷത്രാധിപൻ വ്യാഴം ഗുരു ആണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന് പൊതുവെ അനുയോജ്യമായ നക്ഷത്രങ്ങൾ. പൂരുരുട്ടാതി നക്ഷത്രവുമായി പൊതുവെ നല്ല പൊരുത്തമുള്ളതായി കണക്കാക്കപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവയാണ്: അശ്വതി, മകയിരം, തിരുവാതിര, പൂയം, മകം, ചിത്തിര, ചോതി, അനിഴം, മൂലം, ഉത്രട്ടാതി. ഒരേ കൂറ്, ഒരേ രാശ്യാധിപൻ എന്ന നിലയിൽ ഉത്തമം. പ്രധാന പൊരുത്തങ്ങൾ: വിവാഹത്തിനായി 10 പൊരുത്തങ്ങൾ. ദശപൊരുത്തം നോക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന പൊരുത്തങ്ങൾ: 1. ഗണപ്പൊരുത്തം. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഗണം മനുഷ്യഗണം. അനുയോജ്യമായ ഗണങ്ങൾ: മനുഷ്യഗണം തമ്മിൽ വരുന്നത് ഉത്തമമാണ്. ദേവഗണം മനുഷ്യഗണം പൊരുത്തവും നല്ലതാണ്. അസുരഗണം മനുഷ്യഗണം ചേർച്ച മധ്യമമോ സാധാരണമോ ചിലപ്പോൾ വർജ്യമായോ ഒഴിവാക്കേണ്ടതായോ കണക്കാക്കാം. 2. യോനിപ്പൊരുത്തം. ദാമ്പത്യ സൗഖ്യം. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ യോനി സിംഹം. സിംഹം അനുയോജ്യമായ നക്ഷത്രങ്ങൾ: സിംഹയോനിയായി വരുന്ന മറ്റു നക്ഷത്രങ്ങൾ അവിട്ടം, സിംഹയോനിയാണ് ചേരുന്നത് ഉത്തമമാണ്. സിംഹത്തിന്റെ വിപരീത യോനി ശത്രു, ആനയാണ്. അതിനാൽ ആനയോനിയുള്ള നക്ഷത്രങ്ങൾ ഒഴിവാക്കണം. 3. രജ്ജുപൊരുത്തം. മാംഗല്യബലം. വിവാഹബന്ധത്തിന്റെ ദീർഘായുസ്സിന് രജ്ജുപൊരുത്തം അത്യാവശ്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന് രജ്ജുദോഷമില്ലാത്ത നക്ഷത്രങ്ങളെ സ്വീകരിക്കണം. 4. രാശിപ്പൊരുത്തം. രാശ്യാധിപ പൊരുത്തം. രാശി കുംഭം, അധിപൻ ശനി. മീനം, അധിപൻ വ്യാഴം. ഭാര്യാഭർത്താക്കന്മാരുടെ രാശ്യാധിപന്മാർ തമ്മിൽ സൗഹൃദ ബന്ധം ഉണ്ടായിരിക്കണം. കൂടാതെ വധുവിന്റെ രാശിയിൽ നിന്ന് പുരുഷന്റെ രാശിയിലേക്ക് എണ്ണുമ്പോൾ 7-ഉം 12-ഉം ഒഴികെയുള്ള ദോഷമില്ലാത്ത സ്ഥാനങ്ങൾ സ്വീകരിക്കുന്നത് ഉത്തമമാണ്. ഏകരാശിയിൽ ജനിച്ചവർ തമ്മിലുള്ള വിവാഹം പൊതുവെ ഉത്തമമാണ്. 5. വേദദോഷം. വേദദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കണം. പ്രധാന ഉപദേശം: നക്ഷത്ര പൊരുത്തം പൊതുവായ ചേർച്ച മാത്രമാണ് നൽകുന്നത്.